ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്ന വിഷയം വളരെ ശക്തമായ ഒരു വിഷയം തന്നെയാണ്. ദൈവത്തിൻ്റെ മക്കൾ എങ്ങനെ ആയിരിക്കണം? ദൈവത്തിൻ്റെ മക്കൾ എന്നത് ജീവിതത്തെ തന്നെ മാറ്റുന്ന ഒരു സന്ദേശമാണ്. വചനത്തിൽ ദൈവത്തിൻ്റെ മക്കൾ എങ്ങനെ ആയിരിക്കണം എന്നാണ് പറയുന്നത്. വചനം മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. എന്താണ് ദൈവത്തിൻ്റെ മകൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മകൻ എന്ന് പറയുന്നത്? ഇതൊരു പേരല്ല. ദൈവത്തിൻ്റെ മക്കൾ എന്ന് പറയുന്നത് വലിയൊരു ഉത്തരവാദിത്വമാണ്. ഇതൊരു ജീവിത രീതിയാണ്. ബൈബിൾ നമ്മോട് വ്യക്തമായി പറയുന്നുണ്ട്, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. അതായത് ദൈവത്തിൻ്റെ പുത്രന്മാർ പ്രശ്നമുണ്ടാക്കുന്നവർ അല്ല, പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവർ ആണ്. ദൈവത്തിൻ്റെ മകനായി അല്ലെങ്കിൽ മകളായ ഓരോ വ്യക്തിയും ജീവിതത്തിൽ കാണേണ്ട ചില അടയാളങ്ങൾ ഉണ്ട്. ഒന്നാമത് സ്നേഹം. ദൈവം സ്നേഹമാണ്. അതുകൊണ്ട് അവൻ്റെ മക്കളും സ്നേഹത്തോടെ നിറഞ്ഞിരിക്കണം. നിനക്ക് വേദന നൽകിയവരെയും വഞ്ചിച്ചവരെയും നിനക്ക് സ്നേഹിക്കാൻ കഴിയുമ്പോൾ നീ ദൈവത്തിൻ്റെ മകൻ എന്ന് തെളിയിക്കുന്നു. അതുപോലെ തന്നെ ദൈവം നിന്നോട് ക്ഷമിച്ചതുപോലെ നീ മറ്റുള്ളവരോട് ക്ഷമിക്കുകയാണെങ്കിൽ നീ ദൈവത്തിൻ്റെ മകനാണ്. ക്ഷമ എന്നത് ഒരു ദുർബലതയല്ല, അത് ദൈവത്തിൻ്റെ ശക്തിയാണ്. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ മക്കൾ തെറ്റായ വഴിയിൽ നടക്കില്ല. ലോകം എന്തു പറഞ്ഞാലും എന്ത് മുൻപിൽ കണ്ടാലും നീ ദൈവത്തിൻ്റെ പാത തിരഞ്ഞെടുക്കും. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ മക്കൾ എപ്പോഴും വിനയം ഉള്ളവർ ആയിരിക്കും. ദൈവത്തിൻ്റെ മക്കൾ അഹങ്കാരികൾ അല്ല. അവർ എപ്പോഴും പറയുന്നു, ഇത് ദൈവത്തിൻ്റെ കൃപയാണ്, എന്നിലൂടെ ഞാൻ ഒന്നും നേടിയതല്ല, ഇതെല്ലാം എൻ്റെ ദൈവത്തിൻ്റെ കഴിവാണ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൃപയാണ്. ഇങ്ങനെയുള്ളവരെയാണ് ദൈവത്തിൻ്റെ മക്കൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ മക്കൾ എന്ന് പറയുമ്പോൾ അവർ ശാന്തരായിരിക്കും. അവർ ചെല്ലുന്ന ഇടത്തു പോലും എപ്പോഴും ശാന്തി അനുഭവിക്കാനായിട്ട് കഴിയും. നീ എവിടെയായാലും അവിടെ ശാന്തി വരണം, കാരണം നീ ദൈവത്തിൻ്റെ മകനാണ്. ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലെത്തിയാൽ ഇത് കേൾക്കുന്ന നിമിഷം നിങ്ങൾ എവിടെയായിരുന്നാലും ഇന്ന് നീ തീരുമാനിക്കൂ, ഞാൻ പ്രശ്നം സൃഷ്ടിക്കുന്നവൻ അല്ല, ഞാൻ ശാന്തി സ്ഥാപിക്കുന്നവനാണ്, ഞാൻ ദേഷിക്കുന്നവനല്ല സ്നേഹിക്കുന്നവനാണ്. അപ്പോൾ ഉറപ്പായും ലോകം നിന്നെ നോക്കിക്കൊണ്ട് പറയും, ഇവൻ ദൈവത്തിൻ്റെ മകനാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ മകനാണോ? സ്വയം ഒന്ന് ശോധന ചെയ്യുക. ദൈവത്തിൻ്റെ മകനായി മുന്നോട്ട് പോകുക. ഉറപ്പായും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങൾക്ക് വേണ്ടി വലിയൊരു പദ്ധതി ദൈവത്തിനുണ്ട്. അതുകൊണ്ടാണ് ഈ ഭൂമിയിൽ ഈ നിമിഷവും പാപിയായിരുന്നിട്ടും നിങ്ങളെ ഓരോരുത്തരെയും ഈ ഭൂമിയിൽ ശേഷിപ്പിച്ചിരിക്കുന്നത്. കേട്ട വചനത്താൽ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ആമേൻ.